വെറൈറ്റി സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മമ്മൂക്കയിൽ നിന്നും സിനിമ പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്ന ബസൂക്കയുടെ പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ടീസർ റിലീസിംഗിന് തയ്യാറായിരിക്കുകയാണ്. ബസൂക്കയുടെ ടീസറിന് വേണ്ടി മാത്രം 10 ദിവസത്തെ VFX വർക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അമ്മാതിരി ക്വാളിറ്റി ഐറ്റമാണ് തയ്യാറായിരിക്കുന്നത്. ചിത്രത്തിന്റെ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് തൃപ്തി നൽകുന്ന ഒരു ഐറ്റം തന്നെയാണ് തയ്യാറായിരിക്കുന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചത്. ടീസർ റിലീസിന്റെ അനൗൺസ്മെന്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. ടീസർ റിലീസ് മിക്കവാറും ജൂൺ 17-ന് ബക്രീദ് പ്രമാണിച്ച് വരും എന്നാണ് അറിയുവാൻ സാധിച്ചത്. എന്തായാലും നെക്സ്റ്റ് വീക്ക് ഉണ്ടാകും എന്ന് ഉറപ്പാണ്. വീണ്ടും ഒരു പുതുമുഖ സംവിധായകനെ മലയാള സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് മമ്മൂക്ക ബസൂക്കയിലൂടെ. പഴയകാല തിരക്കഥാകൃത്ത് കലോ ഡെന്നീസിന്റെ മകൻ ഡിനോ ഡെന്നീസ് ആണ് ബസൂക്കയുടെ സംവിധായകൻ. തിരക്കഥയുമായി മമ്മൂട്ടിയുടെ അടുത്തേക്ക് എത്തിയ ഡിനോ ഡെന്നീസിന്റെ തിരക്കഥ കേട്ട് ത്രില്ലടിച്ച് ഡിനോ ഡെന്നീസിനോട് തന്നെ ഈ ചിത്രം സംവിധാനം ചെയ്യാൻ മമ്മൂക്ക പറയുകയായിരുന്നു. ഒരു ആക്ഷൻ ഗെയിം ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന സിനിമയുടെ തിരക്കഥയും ഡിനോ ഡെന്നീസിന്റേതാണ്. മമ്മൂക്കയും GVMനെയും കൂടാതെ ഷൈൻ ടോച്ചാക്കോ, സിദ്ധാർത്ഥ് ഭരതൻ, ബാബു ആന്റണി, ഹക്കീം ഷാ, ദിവ്യ പിള്ളെ, ഐശ്വര്യ എസ് മേനോൻ എന്നിവരും ചിത്രത്തിന്റെ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ചിത്രത്തിൽ 3 നായികമാരാണ് ഉള്ളത്. ഐശ്വര്യ മേനോൻ, സെന ശങ്കർ, സ്നേഹ അജിത് എന്നിവരാണ് അവർ. ഇതിൽ സെന ശങ്കർ ഉക്രൈൻ സിറ്റിസൺ ആണ്. ധാരാളം ത്രില്ലിംഗ് സീക്വൻസുകളുള്ള ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്യുന്നത് നിമിഷ് ഷെബിയാണ്. ലൂക്ക, കുറുപ്പ്, റോഷാക്ക്, കിങ് ഓഫ് കത്ത എന്നീ സിനിമകളുടെ സിനിമാറ്റോഗ്രാഫറാണ് നിമിഷ് ഷെബി. മ്യൂസിക്കിനും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും ധാരാളം പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്യുന്നത് മിഥുൻ മുകുന്ദനാണ്. റോഷാക്ക്, എബ്രഹാം ഓസ്ലർ എന്നീ സിനിമകളുടെ മ്യൂസിക് ഡയറക്ടറാണ് മിഥുൻ മുകുന്ദൻ. തിയേറ്ററുകൾ ഇളക്കി മറിക്കുന്ന രീതിയിലുള്ള മ്യൂസിക് ആയിരിക്കും ബസൂക്കയുടേത് എന്ന് പ്രതീക്ഷിക്കാം. ആക്ഷന് ധാരാളം പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ ആക്ഷൻ ചെയ്തിരിക്കുന്നത് മഹേഷ് മാത്യു ആണ്. കിങ് ഓഫ് കൊത്തയുടെ സ്റ്റണ്ട് ചെയ്തതും മഹേഷ് മാത്യു ആയിരുന്നു. വിഷ്വൽ എഫക്ട്സിന് ഏറ്റവും പ്രാധാന്യമുള്ള ബസൂക്കയുടെ വിഷ്വൽ എഫക്ട് ചെയ്തിരിക്കുന്നത് അജ്മൽ ഹനീഫും തൗഫീഖ് ഹുസൈനുമാണ്. ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് നിഷാദ് യൂസുഫ് ആണ്. ഉണ്ട എന്ന സൂപ്പർ മമ്മൂക്ക ചിത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു നിഷാദ് യൂസുഫ്. ചിത്രത്തിന്റേതായി ഇതുവരെ മമ്മൂക്കയുടെ 2 ലുക്ക് പോസ്റ്ററുകൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനെ സംബന്ധിച്ച് മറ്റു ഫോട്ടോകളോ വീഡിയോസോ ഒന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. വളരെ രഹസ്യമായിട്ടാണ് ബസൂക്കയുടെ ചിത്രീകരണം നടന്നത്. ബിഗ് ബഡ്ജറ്റിൽ ഹൈ ക്വാളിറ്റിയിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ഇന്ത്യൻ സിനിമ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സ്റ്റൈലിഷ്ഡ് എക്സ്പെരിമെന്റൽ ഗെയിം ത്രില്ലർ ആക്ഷൻ സിനിമയാണ് ബസൂക്ക. പരീക്ഷണ ചിത്രങ്ങൾ ചെയ്ത് വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന മമ്മൂക്കയിൽ നിന്ന് വരുന്ന ബസൂക്ക മികച്ച ക്വാളിറ്റി ചിത്രം തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ചിത്രത്തിന്റെ റിലീസിംഗ് ഓണം പ്രമാണിച്ച് ഉണ്ടാകുമെന്നാണ് അറിയുവാൻ സാധിച്ചത്. എക്സാക്ട് റിലീസിംഗ് ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ടീസറിനോടനുബന്ധിച്ച് റിലീസിംഗ് ഡേറ്റും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.